ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകൾക്ക് ഞായറാഴ്ച തുടക്കമാകും. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഭഗവാന്റെ തിരുമുന്നിൽ തൂശനിലയിൽ 60-ലധികം വിഭവങ്ങൾ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ വിളമ്പും. ഇതോടെ 2 മാസം നീണ്ടു നിൽക്കുന്ന പള്ളിയോടങ്ങൾക്കുള്ള വഴിപാട് സദ്യകൾക്ക് തുടക്കമാകും. ആചാരപ്പെരുമ കൊണ്ട് ശ്രദ്ധേയമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യകൾക്ക് ഞായറാഴ്ച തുടക്കമാകും. ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുക്കും. പമ്പയുടെ ഇരുകരകളിൽ നിന്നുമുള്ള റാന്നി ഇടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള 51 പള്ളിയോടങ്ങൾ 56 ദിവസം നീണ്ടു നിൽക്കുന്ന വഴിപാട് വള്ളസദ്യകളിൽ പങ്കെടുക്കും. ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെയായി നടക്കുന്ന ഈ വള്ളസദ്യകളിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഈ ചടങ്ങ് കാണുന്നതിനും ധാരാളം പേരെത്താറുണ്ട്. ഇഷ്ടകാര്യലബ്ധിക്കായും സന്താനലബ്ധി, സർപ്പദോഷമകറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഭഗവാന് സമർപ്പിക്കുന്ന സദ്യയാണ് ഈ വള്ളസദ്യ എന്നറിയപ്പെടുന്നത്. ഓരോ കരകളിലുമുള്ള പള്ളിയോടങ്ങളെ ക്ഷണിച്ചു വരുത്തി അവരെ സ്വീകരിച്ച് ആചാരാനുഷ്ഠാനങ്ങളോടെ ഭക്തിദിരസമായി വഞ്ചിപ്പാട്ട് പാടി ഭഗവാനെ സ്തുതിച്ച ശേഷം ഊട്ടുപുരകളിൽ അവർക്ക് 44 വിഭവങ്ങളുള്ള സദ്യ വിളമ്പുകയും അവർ പാടി ചോദിക്കുന്നതനുസരിച്ച് മറ്റ് 20 വിഭവങ്ങൾ കൂടി വിളമ്പി നൽകുകയും ചെയ്യുന്ന അപൂർവമായ സദ്യയാണ് നടക്കുന്നത്. ഇത് 55 ദിവസം തുടർച്ചയായി നടക്കുന്നുണ്ട്. 550 വള്ളസദ്യകൾ നടത്തുന്നതിനാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യവും, കുടിവെള്ളവും, ശൗചാലയം, വിശ്രമം എല്ലാം തന്നെ നമ്മൾ ദേവസ്വം ബോർഡും സർക്കാരുമായി ചേർന്ന് ഇതിനകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. KSRTCയിൽ വരുന്ന ആളുകൾക്ക് പ്രത്യേകമായി സദ്യ നൽകുന്നതിനും അവരുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുന്നവർക്ക് ഈ വള്ളസദ്യ ആസ്വദിക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വ്യക്തികളായിട്ട് ഏതെങ്കിലും ആളുകൾക്ക് ഈ വള്ളസദ്യ വിഭവങ്ങൾ അടുത്തറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ സ്പെഷ്യൽ സദ്യയായിട്ട് ആറന്മുള സദ്യ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരേ സമയം 20 സ്ഥലങ്ങളിൽ വള്ളസദ്യ നൽകുന്നതിനുള്ള ക്രമീകരണമാണ് ഇക്കുറി നടത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 30-നാണ് ചരിത്രപ്രസിദ്ധമായ ഊത്തട്ടാതി ജലോത്സവം. അഷ്ടമി രോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. സെപ്റ്റംബർ 16-ന് വള്ളസദ്യ സമാപിക്കും. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.